നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വാല്യുവേഷൻ +1, +2, +2ന്റെ വാല്യുവേഷൻ, +1 തുടങ്ങിയിട്ടില്ല, +2ന്റെ വാല്യുവേഷൻ, +1 ഇംപ്രൂവ്മെന്റിന്റെ വാല്യുവേഷൻ തുടങ്ങി. നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ +1 ഇംപ്രൂവ്മെന്റ് ആദ്യമായിട്ടാണ് മാർച്ചിൽ നടക്കുന്നത്. പണ്ട് ആദ്യ ഹയർ സെക്കൻഡറി തുടങ്ങിയപ്പോൾ മാർച്ചിലൊക്കെ ആയിരുന്നു. അതിനുശേഷം മൊത്തവും പിന്നീട് സെപ്റ്റംബറിലായിരുന്നു അതിന്റെ വാല്യുവേഷൻ. അന്നേരം സെപ്റ്റംബറിലായിരുന്നു പരീക്ഷ. അതിനുശേഷം വാല്യുവേഷൻ ആയിട്ട് കുഴപ്പമില്ലായിരുന്നു. കാരണം ഇതിനിടയ്ക്ക് പഠിക്കാനുള്ള ഗ്യാപ്പും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സീനിയർ കുട്ടികൾക്കെല്ലാം എനിക്ക് തോന്നുന്നു നല്ല മാർക്ക് +2ന് കിട്ടിയിരുന്നത് ഒരുപക്ഷെ +1ന്റെ ഇമ്പ്രൂവ്മെന്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ നടത്തുന്നതുകൊണ്ട് നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ വട്ടം അത് മാർച്ചിലാണ്. അല്ലാത്ത ടൈം ടേബിളൊക്കെ ആയിരുന്നു. പക്ഷെ +1 ഇമ്പ്രൂവ്മെന്റിന്റെ വാല്യുവേഷൻ സമയത്ത് അധ്യാപകർ പറയുന്നത് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ നല്ല മാർക്കുള്ളൂ എന്നുള്ളതാണ്. അത് ഓരോരോ ക്യാമ്പിനെ ആശ്രയിച്ചിരിക്കും. കേരളത്തിൽ നിരവധി ക്യാമ്പുകളുണ്ട്, പല സ്കൂളുകളായിട്ട് നിരവധി ക്യാമ്പുകളുണ്ട്. എന്നാൽ പോലും ഒരു പരിധി വരെയുള്ള പലയിടത്തും കാണുന്ന ഒരു സംഭവം +1 ഇമ്പ്രൂവ്മെന്റിന് മാർക്ക് തീരെ കുറവാണ് കുട്ടികൾക്ക്. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്കൊക്കെ ഉള്ള കുട്ടികളും മാർക്കില്ലാത്ത കുട്ടികളും ഒക്കെ ഉണ്ട്. കാരണം ഇതിനെ ചിലപ്പം വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഒരുപക്ഷെ അത് ടൈം ടേബിളിന്റെ പ്രശ്നമായിരിക്കാം. കുട്ടികളുടെ മാത്രം പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ടൈം ടേബിൾ പ്രശ്നമായിരിക്കാം. സീരിയസ് ആയിട്ട് എടുക്കാത്തത് ഒരു കാര്യമാകാം. സാധാരണ ഇമ്പ്രൂവ്മെന്റിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിക്ക് പകരം ആദ്യമായിട്ട് ഇത് മാർച്ചിൽ കൊണ്ടുവന്നപ്പം കുട്ടികളുടെ തോൽവി കൂടി എന്നുള്ളതാണ്. നല്ല മാർക്ക് മേടിക്കുന്ന വളരെ കുറച്ച് കുട്ടികളെ ഉള്ളെന്നുള്ളതാണ്. അന്നേരം ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് ഫിസിക്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ബയോളജിയുടെയും ഒക്കെ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് വരും. അന്നേരം ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ സെറ്റാക്കി വെച്ചേക്കുക. നെവർ എവർ ഗിവ് അപ്പ്.